ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അധികം പഴുത്തതൊന്നുമല്ല കേട്ടോ. ഇവിടെ ബോംബെയിൽ ഇങ്ങനെ മാത്രമേ കിട്ടാറുള്ളൂ. നല്ല പഴുത്തത് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം പഴുത്ത് പരിക്കുമ്പോഴേക്കും ചക്കയെല്ലാം കേടാകും. അത് വിൽക്കുന്നവർക്ക് നഷ്ടമായതുകൊണ്ട് അവർ മുക്കാൽ ഭാഗം പഴുക്കുമ്പോൾ തന്നെ അത് വിൽപ്പനയ്ക്ക് വയ്ക്കും. അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിച്ചു. എന്തായാലും മിക്സിയിലെല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തു. ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് ഗോതമ്പ് മാവോ അരിമാവോ ഉപയോഗിക്കാം. ഞാനിവിടെ ഗോതമ്പ് മാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചക്കയുടെ അളവ് എപ്പോഴും കൂടുതലും മാവിൻ്റെ അളവ് കുറവുമായിരിക്കണം. അതിനുശേഷം മധുരത്തിനാവശ്യമായ ശർക്കര, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ഒരു തേങ്ങ ഞാൻ തിരുമിയത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമ്മൾ എടുക്കേണ്ടത്. അധികം ലൂസോ അധികം കട്ടിയോ ആവാൻ പാടില്ല. അതിനുശേഷം ഇല വാട്ടി കീറി കഴുകിയെടുത്തതിലേക്ക് മാവ് വച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഒരു ഇഡലി ചെമ്പിലേക്ക് വെള്ളം വച്ച് ആവി വരുമ്പോൾ നമുക്ക് ഇതുപോലെ പറക്കി വെച്ച് ഒരു 15-20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചക്കയപ്പം വെള്ളം നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. ഇത് തണുത്തതിന് ശേഷം കഴിച്ചാൽ മാത്രമേ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാവൂ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ചൂടോടുകൂടി തന്നെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching.